തകൃതേര് ഞാൻ ഇന്നലെ ബൾട്ടി സിനിമ കണ്ടേ. നല്ല സിനിമ കേട്ടോ, നല്ല സിനിമ. ലൈക്ക് ഷൈൻ നിഗം ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. മേ ബി ലൈക്ക് ഒരു ദിവസം അയാളെ നമ്മൾ സൂപ്പർ സ്റ്റാർ ആയിട്ട് കാണേണ്ടി വരും ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ. അയാളുടെ ഫിലിമിന്റെ ചോയ്സ് ആർഡിക്സ് നിങ്ങൾ കണ്ടാണല്ലോ. ആർഡിക്സിന്റെ ഏകദേശം ഒരു സിമിലർ ഫീലിംഗ് ഈ പടത്തിനകത്ത് കിട്ടും. ഒരു 4 ഫ്രണ്ട്സ് ചേർന്നുള്ള അവരുടെ കഥയാണ്. അവരെന്തൊക്കെ ചെയ്യുന്നു, അവർ കബഡി പ്ലേയേഴ്സ് ആണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ കൊട്ടേഷൻ, വാളെടുത്തവൻ വാളായാലും എന്നൊക്കെ പറയുന്നൊരു സാധനമൊക്കെ ഇതിനകത്തുള്ളത്. പക്ഷെ പടത്തിന്റെ മേക്കിങ്ങും അതിന്റെ സിനിമോട്ടോഗ്രാഫി, അതിന്റെ ക്യാമറ വർക്ക്, അതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി, എസ്പെഷ്യലി സ്റ്റണ്ട് കൊറിയോഗ്രാഫി സൂപ്പർ കേട്ടോ. തല്ലുമാലയ്ക്കകത്തൊരു സ്റ്റണ്ട് ഉണ്ടല്ലോ, നമ്മൾ പട്ട 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 ആ ഒരു സാധനം നല്ല രസമുള്ള സ്റ്റണ്ട്. അത്രയും തല്ലുമാല അത്രയും ഉണ്ടെന്ന് ഞാൻ പറയില്ല. അതിന്റെ ഒരു കളർ ഗ്രേഡിങ്ങും സാധനങ്ങളൊക്കെ ഭയങ്കര ലെവലാണ്. ഇതിലാണെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ പടം ഭയങ്കര ഫാസ്റ്റ് ആണ്. പടം വെടിക്കെട്ടുകളൊക്കെ ഇങ്ങനെ പടപട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ലാഗ് അടിക്കില്ല. നല്ല സ്റ്റോറി, ഷൈൻ നിഗത്തിന്റെ അഭിനയം. അത് മാത്രമല്ല ഇതിൽ ഉള്ള 4 കൂട്ടുകാരുടെ കഥയാണ്. ഈ 4 കൂട്ടുകാരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലപോലെ സ്റ്റണ്ട് ചെയ്യുന്ന ആൾക്കാർ, നല്ല ഫ്ലെക്സിബിൾ. ഇവരെല്ലാവരും നമ്മുടെ ടിപ്പിക്കൽ മറ്റേ ഹാഫ് സാധനമല്ല. ഇവർ ചാടി ഓടി നമ്മളെ രസമുണ്ട്, മനസ്സിലായ. പാട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പിന്നെ നായികയുണ്ട്. നായികയ്ക്ക് വലിയ പ്രധാനമൊന്നും ഇതിനകത്തില്ല. നായിക അതിനകത്ത് വന്നിട്ട് പോകുന്നുണ്ട്. 18ാം പടിയാണോ അത് ആ സിനിമയുടെ പേര് പറഞ്ഞു. മുടി കൊടുത്തൊരു ആക്ടർ ഉണ്ടായിരുന്നു, ആ പയ്യനകത്തുണ്ട് കേട്ടോ. പക്ഷെ അവൻ അത്രയും ഒരു സാധനത്ത് കൊടുത്തില്ല. അവർ കബഡി പ്ലെയറായിട്ട് വന്നിട്ട് പിന്നീട് അവൻ പോകുന്നുണ്ട്. പക്ഷെ അത്രയും ഒരു സാധനം അവന് കൊടുത്തില്ല. അവന് കുറച്ചൊരു റോൾ കൊടുക്കണമായിരുന്നു എനിക്ക് തോന്നി. ഈ കാര്യം അവൻ നല്ല പെർഫോമർ ആയിരുന്നു. നല്ലൊരു നടനാവാനുള്ളൊരു സാധ്യതയുള്ള ആളാണ്. കൂടുതലായിട്ട് അത്രയും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അവനൊക്കെ വീണ്ടും സിനിമകളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുള്ളിയൊക്കെ നല്ല സെറ്റ് ആവും. അവൻ നല്ലൊരു പെർഫോം ചെയ്തിട്ടുണ്ട് പറഞ്ഞ എല്ലാവരും. പിന്നെ വില്ലൻ ആണെങ്കിൽ പോലും ഇത് തമിഴ്നാട്, അതായത് പാലക്കാട് തമിഴ്നാടിന്റെ ഇടയിലുള്ള ഒരു ബോർഡറിൽ നടക്കുന്ന ഒരു കഥയാണ്. അതായത് ഒരു തമിഴ്നാട് കൊട്ടേഷൻ, നമ്മുടെ ഈ വെട്രിമാരന്റെ ഒക്കെ സിനിമ പോലത്തെ തമിഴ്നാട് ലോക്കൽ ഗ്യാങ്സ്റ്റർ സെറ്റപ്പ് ഉള്ള ഒരു സാധനമാണിത്. പിന്നെ പൂർണ്ണമായി ഇന്ദ്രജിത്ത് ഇതിനകത്തുണ്ട് കേട്ടോ. അവർ നല്ലൊരു കിടിലം പെർഫോമർ, ഒരു നല്ല റോൾ ഇതിനെ ചെയ്തിട്ടുണ്ട്. അവർ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഒരു സീറ്റൊക്കെ വലിച്ച് ഇങ്ങനെ കത്തിച്ച് ബോസ് ലേഡി ഫീൽ അവർ തരുന്നുണ്ട്. ഇപ്പൊ ശരിക്കും മലയാളത്തിലുള്ള ഡാൻസ്, പാട്ട്, സ്റ്റണ്ട്, ആക്ടിങ് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു നായകൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഷൈൻ നിഗമായിരിക്കും. ഷൈൻ നിഗമാണ് കൂടുതലായിട്ട് ഈ സാധനങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ വളരെ ചുരുക്കം നടന്മാരെ ഉള്ള എല്ലാം കൂടി വഴങ്ങുന്ന ഒരാളെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇല്ല. സോ ഇറ്റ്സ് എ വർത്ത് വാച്ച്. തിയേറ്ററിൽ പോയി തന്നെ കാണുക. നല്ല സിനിമ.